പ്രഖ്യാപിക്കപ്പെട്ടത് മുതൽ തന്നെ കാത്തിരിക്കുന്ന ഒരു മലയാള സിനിമയാണ് DS ഇറേ. മലയാളികളുടെ സ്ഥിരം സിനിമാ കാഴ്ചകളിൽ നിന്ന് മാറിയിട്ടുള്ള സിനിമകൾ തരുന്ന സംവിധാനം കൂടിയാണ് രാഹുൽ സദാശിവൻ. ഇപ്പോൾ ഭൂതകാലമായാലും ബ്രഹ്മയുഗമായാലും ഒക്കെ ആ തരത്തിൽ സ്വീകരിക്കപ്പെട്ടിട്ടുള്ള സിനിമകളാണ്. ബ്രഹ്മയുഗമൊക്കെ മലയാളത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. അത്രയും ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സിനിമയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമയ്ക്ക് വലിയ കാത്തിരിപ്പുണ്ടായിരുന്നു. അപ്പോഴാണ് പ്രണവ് മോഹൻലാലിനെ നായകനാക്കി DS ഇറേ പ്രഖ്യാപിക്കപ്പെടുന്നത്. വളരെ സൈലൻ്റ് ആയിട്ടാണ് ഈ സിനിമയുടെ ഒരു ഷൂട്ടൊക്കെ കഴിഞ്ഞു പോയത്. അധികം ബഹളങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഈ സിനിമയുടെ പോസ്റ്ററുകൾ വന്ന സമയത്തും ഇതിൻ്റെ പേര് അറിഞ്ഞ സമയത്തൊക്കെ ഒരു വല്ലാത്ത തരത്തിലുള്ള എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. കാരണം മലയാളത്തിൽ ഇന്ന് വരെ കാണാത്ത തരത്തിലുള്ളൊരു പേര്, അതുപോലെ അതിൻ്റെ പോസ്റ്ററുകളാണെങ്കിലും ആ ഒരു രീതിയിലുള്ളത്. അപ്പോൾ ഇന്ന് അതിൻ്റെ ടീസർ വന്നു. ടീസർ വന്ന സമയത്തും നമ്മൾ അങ്ങനെ കണ്ടുപരിചയിച്ചിട്ടുള്ള ഒരു ഹൊറർ പരിപാടിയല്ല. അത് ഗംഭീരമായിട്ടുള്ള ടീസറാണ്. ഇപ്പോൾ പ്രണവാണെങ്കിൽ അതിൽ പെർഫോമൻസ് കൊണ്ട് ഞെട്ടിക്കുന്നുണ്ട്. പ്രണവിൻ്റെ വളരെ സൂക്ഷ്മമായിട്ടുള്ള കുറേ എക്സ്പ്രഷൻസ് പരിപാടികളൊക്കെ അതിഗംഭീരമായി വന്നിട്ടുണ്ട്. കാരണം പ്രണവ് അഭിനയത്തിനൊക്കെ കുറേ വിമർശനങ്ങളൊക്കെ നേരിട്ടുള്ള ആളാണ്. പക്ഷേ അതൊന്നും കാണാത്ത തരത്തിലുള്ളൊരു പെർഫോമൻസാണ് എനിക്ക് തോന്നുന്നു DS ഇറയിൽ ഉണ്ടാവുക എന്നുള്ളത്. കാരണം അതിൻ്റെ ടീസർ അത് അത്രയ്ക്ക് ഉറപ്പ് തരുന്നുണ്ട്. ടെക്നിക്കലി ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഫിലിമായിരിക്കും. ഷുവർലി രാഹുലിൻ്റെ അവസാനത്തെ 1-2 പടം പോലെ തന്നെ ഇതൊരു ഹൊറർ പരിപാടി തന്നെയാണ്. അപ്പോൾ എന്തായാലും ഒക്ടോബർ 31 സിനിമ തിയേറ്ററിലെത്തുകയാണ്. ഒരുപക്ഷെ മലയാളികൾക്ക് ഇതുവരെ കിട്ടിയ ഹൊറർ സിനിമകളിൽ നിന്നൊക്കെ തീർത്തും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയായിരിക്കും എന്ന് തോന്നുന്നുണ്ട്.